ഇറാൻ ഇസ്രയേൽ യുദ്ധം മുറുകുന്നു. അമ്മേ, ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടികൂടുന്നതാ മോളെ. അച്ഛനും അമ്മയും അടികൂടിയത് പോലെയാണോ? നീ ഒന്ന് വേഗം എഴുതി തീർത്തെ, വണ്ടി വരാറായി. ചേച്ചി 2 മാസത്തെ വാടക തരാണ്ട്, അതൊന്ന് ജിപേ ചെയ്തരോ? അടുത്ത ആഴ്ച തരാട്ടാ, അപ്പോഴേ ശമ്പളം കിട്ടും. ഹലോ, നക്കാശന്റെ അമ്മയല്ലേ? മോളുടെ ലാസ്റ്റ് ടൈമിലുള്ള ഫീസ് അടിച്ചിട്ട് കാണുന്നില്ലല്ലോ. അതൊന്ന് പെട്ടെന്ന് ക്ലിയർ ആക്കാൻ നോക്കണം കേട്ടോ. ശരി. എന്താ ചേച്ചി പ്രശ്നം? ആരെ വിളിച്ചത്? മോക്ക് പിന്നെയും വലിയ ബുദ്ധിമുട്ടുണ്ടായോ? അതൊന്നും അല്ലടാ, ഏട്ടൻ ഞങ്ങൾ ഇട്ടേച്ച് പോയപ്പോ ഞാനൊരു തീരുമാനം എടുത്തതാ. എൻ്റെ മോൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളത്. അതിനാ മോളെ നല്ലൊരു സ്കൂളിലേക്ക് അയച്ചത്. പക്ഷെ ഇപ്പോൾ വണ്ടിക്കൂലിയും ഫീസും എല്ലാം കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളെ കണ്ണ് തുടക്കി ആരെങ്കിലും കാണുന്നു ചേച്ചി? ഞാൻ പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ധാരണ ഉണ്ട്, കൂടുതൽ ഫീസ് വാങ്ങുന്ന സ്കൂളാണ് നല്ല സ്കൂൾ എന്ന്. നിങ്ങളെ മോളിപ്പോൾ പോകുന്ന സ്കൂളില്ലേ, അതിനേക്കാൾ നല്ല സ്കൂൾ നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ? കൂടുതൽ ആലോചിക്കേണ്ട, അത് തന്നെ നമ്മളെ മാന്യഗുരു സ്കൂള്. നമ്മളെ പഞ്ചായത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ അത്. പോരാത്തതിന് ഇപ്രാവശ്യം അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങളെ മോക്ക് നല്ല വിദ്യാഭ്യാസമല്ലേ വേണ്ടി ധൈര്യമായിട്ട് മാന്യഗുരു സ്കൂളിൽ ചേർത്തോളി.